അമ്പിളിക്കല ചൂടും തമ്പുരാനേ നിന്റെ അഗ്നിതാണ്ഡവത്തിലൂ അമ്പിളിക്കല ചൂടും ഇടിയപ്പത്തിനാണോ അമ്മേ? അതെ. സാവിത്രിയെ, ഇന്ന് മഴയുണ്ടെന്ന് തോന്നുന്നു. ഈ വരിക്കപ്ലാവിന്റെ തണലാണൊരാശ്വാസം. ഈ പ്ലാവാണ് കുട്ടന്റെയും വീടിന്റെയും ഐശ്വര്യം. കേട്ടില്ലേ? എന്തിനാ ഇവിടെ നോക്കി നിൽക്കുന്നത്? ഞാൻ ഈ വീട് കാണുകയായിരുന്നു. എന്തേ, ഇത് മേടിക്കാനാണോ? ഇത് കുട്ടിയുടെ വീടാണോ? എന്റെ അച്ഛന്റെ. അച്ഛൻ എന്താ ജോലി?
പട്ടാളത്തിലാ? പട്ടാളത്തിലെന്താ പണി? ഓ, വെറും ഒരു കേണൽ. വെറും ഒരു കേണലോ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്രിഗേഡിയർ ആകേണ്ടതാ. അത് കൊള്ളാം. അതെന്താ അങ്ങനെ? തമാശയല്ല, കാര്യമായി പറഞ്ഞതാ. മമ്മി പറയും നിന്റെ ഡാഡി ഒരു ബ്രിഗേഡിയർ ആകേണ്ട ആളാണെന്ന്. ചുമ്മാതല്ല ഇപ്പോഴും കേണലായിരിക്കുന്നത്. വീട് വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനിവിടെ നോക്കി നിന്നേ? ഒരിക്കൽ ഞാൻ ഈ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പ്. എൻ്റെ ബാല്യവും യൗവനവും മുത്തശ്ശനും മുത്തശ്ശിയും മരിച്ചപ്പോ ഞങ്ങളെല്ലാം വിറ്റുപറക്കിപ്പോയി. ഇപ്പോഴത് തിരികെ വാങ്ങാനുള്ള പൈസയൊക്കെ മാമിന്റെ കയ്യിലുണ്ടോ? ഇല്ല, ഞാൻ അതിനല്ല വന്നത്. എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈ വീടൊന്ന് കാണണം, എൻ്റെ കുട്ടിക്കാലം ഓർക്കാൻ. അകത്തേക്ക് വന്നോളൂ. മോടെ മമ്മിയും ഡാഡിയും വഴക്ക് പറയില്ലേ? അത് സാരമില്ല, അവർ കല്യാണത്തിന് പോയിരിക്കുകയാണ്. ഒന്നും പറയില്ല. എന്റെ കൂട്ടുകാരികളൊക്കെ ഇവിടെ വരാറുണ്ട്. എന്നെപ്പോലെ അപരിചിതരോ പ്രായമായവരോ അല്ലല്ലോ അവർ. മാമൻ എത്ര വയസ്സായി? ഒത്തിരി വയസ്സായി. മോൾ അങ്കിളിന് ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. മക്കളെ, കുറച്ച് വെള്ളം ഇങ്ങ് കൊണ്ടുവാടി. എന്താ ആലോചിക്കുന്നത്? ഏയ്, നിങ്ങൾ എത്ര നാളായി ഇവിടെ താമസമായിട്ട്? 3 വർഷം. എല്ലാ ദിവസവും ഈ പ്ലാവിൽ ഞാൻ വലിഞ്ഞു കയറുമായിരുന്നു. എന്നെയും കാത്തൂർ അണ്ണാൻ അതിലുണ്ടാവും. കുട്ടിക്ക് ചക്കപ്പഴം ഇഷ്ടമാണ്. ചക്കയിലും എനിക്കിഷ്ടമാണ്. എളുപ്പമായി ഇതിന്റെ മുകളിൽ കയറാൻ. ഇതിന്റെ ചില്ലകൾ താഴ്ത്തി വെച്ചിരിക്കുന്നത് കണ്ടാൽ നമുക്ക് കയറാനാണെന്ന് തോന്നും. മോൾ ഇതിന്റെ മുകളിൽ കയറിയിട്ടുണ്ടോ? മമ്മിയും ഡാഡിയും ഒന്നും പറയില്ല. കേറണമെങ്കിൽ കേറിക്കോ. വേണ്ട മോളെ, കുറച്ച് സമയം വെറുതെ വിട്ടിരുന്നാ മതി. ദേ, ആ വീടിന്റെ മോന്തായത്തിലേക്ക് നീണ്ട 2 കൊമ്പില്ലേ, അതിന്റെ പകുതിക്കൊരു ചെറിയ പൊത്തുണ്ട്. അവിടെയാണ് ഞാൻ എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം വെച്ചിരുന്നത്. എന്ത് സമ്പാദ്യങ്ങളായിരുന്നു? ഓ, അത്ര വലിയ സമ്പാദ്യമൊന്നുമില്ല. കളികൾക്കിടയിൽ കൂട്ടുകാർ തന്ന കൊച്ചു കൊച്ചു മാർബിൾ കഷ്ണങ്ങൾ, കുറച്ച് നാണയങ്ങൾ, ഒരു പഴയ പുസ്തകം, പിന്നെ 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 1-ാം ലോക മഹായുദ്ധകാലത്ത് ഒരു ജർമ്മൻ പട്ടാളക്കാരൻ അപ്പൂപ്പന് സമ്മാനിച്ച ഒരു ഇരുമ്പ് കുരിശ്. ആ പട്ടാളക്കാരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അറിയില്ല. ആ കുരിശ് ഇപ്പോഴും മാമന്റെ കയ്യിലുണ്ടോ? ഞാൻ എടുത്തിട്ടില്ല. ഇപ്പോഴും ആ പൊത്തിൽ കാണുവോ? മുത്തച്ഛനും മുത്തശ്ശിയും മരിച്ച് എനിക്ക് വിദേശത്ത് ജോലിയും കിട്ടി. പെട്ടെന്നുള്ള യാത്രക്കിടയിൽ ഈ വക കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നുപോയി. ഒരുപക്ഷെ അതിപ്പോഴും ആ പൊത്തിലുണ്ടെങ്കിലോ? ആരും എടുത്തില്ലെങ്കിൽ അത് അവിടെ തന്നെ കാണും. അങ്കിളൊന്ന് കയറി നോക്കാമോ? എനിക്ക് ഇനി കേറാനൊന്നും വയ്യ മോളെ.
എങ്കിൽ ഞാനിന്ന് കയറി നോക്കട്ടെ. അങ്കിൾ ഇവിടെ ഇരുന്നോളൂ. അങ്കിളെ, കിട്ടി. ഇത് തന്നെയല്ലേ ഇരുമ്പ് കുരിശ്? അതെ. അങ്കിൾ എന്തിനാ വന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇത് കാണുവാനായിരുന്നില്ലേ? ഒരുപക്ഷെ ആകാം, എനിക്കുറപ്പില്ല. ഇത് മോള് തന്നെ വെച്ചോളൂ. നീയല്ലേ കണ്ടെത്തിയത്? വേണ്ട, അങ്കിൾ തന്നെ വെച്ചോളൂ. അങ്കിളിന്റെ ആണിത്. മോള് കയറി നോക്കിയില്ലായിരുന്നെങ്കിൽ ഇനിയും ഒരു 25 വർഷം കൂടി ഇതവിടെ ഇരുന്നേനെ. പക്ഷെ അങ്കിൾ ഇങ്ങോട്ടേക്ക് മടങ്ങി വന്ന് ഈ വീട് നോക്കി നിന്നില്ലായിരുന്നെങ്കിലോ? ഓരോന്നിനും ഓരോ കാലം. ഇതിപ്പോ കണ്ടെത്താനുള്ള ഭാഗ്യം നിനക്കാണുണ്ടായത്. ഇത് വെറും ഇരുമ്പ് കുരിശല്ല, എന്റെ ബാല്യവും യൗവനവും എല്ലാമാണ്. മിഴിപാകി നിൽക്കുമി മുക്കുറ്റിപ്പൂവിനോടെന്തു ചൊല്ലേണ്ടു ഞാൻ? നിനയാത്ത നേരത്തു വന്നൊരി വ്രണിതന്റെ ആത്മനിവേദനം, വ്രണിതന്റെ ആത്മനിവേദനം. ബാല്യത്തിൻ സ്മൃതികൾ നിധിയായി ജാലകവാതിലിൽ സുഗന്ധം പരത്തുന്നു. എന്നിലെ എന്നെ അറിയുന്നൊരി ഇടനാഴിതൻ മർമ്മരം. ഈ നഷ്ടസുഗന്ധത്തെ ആത്മാവിലേന്തി ഇനിയും യാത്ര തുടരട്ടെ. ഈ നഷ്ടസുഗന്ധത്തെ ആത്മാവിലേന്തി ഇനിയും യാത്ര